Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ നിഷാറാണി, ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ആകാശവാണി നടത്തുന്ന റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ ഫാത്തിമത്തുൽ ഷഹാന PN. ഞാൻ രമിത കെ. ഞങ്ങൾ പുഴാതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ബി ഞാൻ ഫാത്തിമത്തുൽ ഷാമില P. ഞാൻ അമ്രാട്ടി. ഞങ്ങൾ വളപട്ടണം CHMKS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി ആഗ്ന IP. ഞാൻ ദിവ്യ S. കുമാർ. ഞങ്ങൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ഡി ഞാൻ ജിയ ഫാത്തിമ. ഞാൻ ശ്രീപ്രിയ ശ്രീകാന്ത്. ഞങ്ങൾ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ ഞാൻ അവന്തിക കെ. ഞാൻ ശിവദ VV. ഞങ്ങൾ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. 10ാം തരം കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, മൈക്കലാഞ്ചലോ മാപ്പ് എന്നീ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നോത്തരിയാണ് ഇവിടെ നടക്കുന്നത്. പ്രശ്നോത്തരിയുടെ അവസാന റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൽ ശരിയുത്തരത്തിന് 10 പോയിന്റാണ് ലഭിക്കുക. ഉത്തരം അറിയില്ലെങ്കിൽ അടുത്ത ടീമിന് പാസ് ചെയ്യും. ശരിയുത്തരം നൽകിയാൽ അവർക്ക് 5 പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് 4ാം റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. മിറൽ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം നിരൂപണം ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ശ്രദ്ധേയമായ വസ്തുതകൾ എന്തൊക്കെയാണ്? എല്ലാവരെ കുറിച്ചും നല്ല ആശങ്കയുള്ള ഒരു വ്യക്തിയാണ് മിറൽ. വൃദ്ധനായ അദ്ദേഹം വയ്യാനിട്ടും തന്റെ മകനെ തേടി ഖനിയിലേക്ക് പോകുന്നുണ്ട്. കൂടാതെ മകൻ മരിച്ച വിവരം അറിഞ്ഞ അദ്ദേഹം മറ്റുള്ളവരോട് പറയാനാകാതെ ഉള്ളിൽ സങ്കടം നിറഞ്ഞിട്ടാണുള്ളത്. തന്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനാകാതെ കഥയുടെ അവസാനത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട്. ഇതിലൂടെ അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയാണെന്നും തന്റെ കുടുംബത്തിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ നല്ല രീതിയിൽ കഴിവതും ശ്രമിക്കുന്നുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട്. മകനോടും കുടുംബത്തോടുമുള്ള അടങ്ങാത്ത സ്നേഹം, കുടുംബത്തിനു വേണ്ടി ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ആർജവം, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തെ വളരെ ഉചിതമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, എങ്കിലും ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു വൃദ്ധ മനസ്സിന്റെ പ്രതീകം, ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധേയമായൊരു കഥാപാത്രമാണ് മിറൽ. ഉത്തരം ശരിയാണ്. ടീം എക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയ്ക്ക് നമ്മളൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ പരിഗണിക്കണം? അമ്മയായ മറിയത്തിന്റെ വേദന, കരുണ ചെയ്തിട്ടും മനുഷ്യർ കൊടുത്ത ശിക്ഷകരമായ മരണം, ശില്പകന്റെ അധ്വാനം, പുതുതലമുറയുടെ ഡ്രഗിനോടുള്ള അടുപ്പം, കവിയുടെ ആശങ്ക, കരുണ എന്ന പിയത്ത എന്ന ശില്പത്തെ തകർക്കുവാൻ സാധിച്ച ഈ പുതുതലമുറയുടെ ഇനിയുള്ള അവസ്ഥ. അതെ, കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പിന് ഉചിതമായ ശീർഷകമാകാവുന്നതാണ്. കവിതയുടെ പ്രമേയം, അതിലെ പ്രയോഗ ഭംഗി, കൽപ്പനകളുടെയും വർണ്ണനകളുടെയും മറ്റും ഔചിത്യം, സമകാലിക പ്രസക്തി, അതിന്റെ ആശയപരമായ കവി ആവിഷ്കരിച്ചിരിക്കുന്ന ആശയങ്ങളെ ആസ്പദമാക്കി നമ്മുടെ നിരീക്ഷണം, ഇതൊക്കെ ആസ്വാദനക്കുറിപ്പിൽ പരിഗണിക്കേണ്ടതാണ്. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്.
അടുത്ത ചോദ്യം ടീം സിയോടാണ്. ജൂലിയാന എന്ന കഥാപാത്രം വായനക്കാരന്റെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? അവസരത്തിനൊത്ത് പെരുമാറാനുള്ള കഴിവ്, ധൈര്യത്തോടെ പ്രതിസന്ധികളെ നേരിടുന്നു, ഭർത്താവ് മരിച്ചു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ സ്വദേവ അവൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, ഭർത്താവിനെ കാണാനില്ല എന്ന സങ്കടം ഉള്ളിലിരിക്കുമ്പോഴും മാതാപിതാക്കൾ തന്റെ അതിഥികളാണെന്നും അവർക്ക് വേണ്ടി ചായയും മറ്റും ഒരുക്കുകയും അവൾ ചെയ്യുന്നു, മകളുടെ മുന്നിൽ സങ്കടം ഉള്ളിലൊതുക്കി അവൾ പിടിച്ചു നിൽക്കുന്നു. അതെ, വായനക്കാരനെ ഏറെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ജൂലിയാന. സാഹചര്യങ്ങളോട് ഉചിതമായി പ്രതികരിക്കുന്നു, ഏത് സാഹചര്യത്തെയും നേരിടുന്നു, ദുഃഖമുണ്ടെങ്കിലും വന്നു ചേർന്ന ആപത്തിൽ പരിപൂർണമായി തളരുന്നില്ല, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏൽക്കാൻ തയ്യാറാവുന്നു. ഇതിനെല്ലാം ഉപരി സാർവലൗകികമായ സ്നേഹത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ജൂലിയാന എന്ന് നമുക്ക് പറയാം. ഉത്തരം പൂർണ്ണമായും ശരിയാണ്. ടീം സിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. കവിയും ശില്പിയും ഒന്നാവുന്ന അപൂർവമായ അനുഭവങ്ങൾ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത മുന്നോട്ട് വെക്കുന്നുണ്ടോ? മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മൈക്കലാഞ്ചലോയുടെ ലാ പിയത്ത എന്ന ആ ശില്പം മൈക്കലാഞ്ചലോ നിർമ്മിക്കാനെടുത്ത ആ ഒരു കഴിവും കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ ONV കുറിപ്പ് തന്റേതായി കണക്കാക്കുകയും അതുപോലെ തന്നെ അത് അടിച്ചമർത്തപ്പെട്ടപ്പോൾ മൈക്കലാഞ്ചലോയുടെ അതേ വിഷമം തന്നെ ONV കുറിപ്പിന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഡ്രഗിനടിമപ്പെട്ടിട്ട് ഒരു വ്യക്തി അത് നിസ്സാരമായി അടിച്ചു തകർത്തപ്പോൾ എത്രത്തോളം മൈക്കലാഞ്ചലോ കഷ്ടപ്പെട്ടോ അത്രയും വേദന എഴുതുന്ന ONV കുറിപ്പിനുണ്ട്. ആ ഒരു പത്രവാർത്ത അടിസ്ഥാനമാക്കിയാണ് ONV കുറിപ്പ് ഈ കവിതയെ തന്നെ എഴുതാനുള്ള കാരണം. അതുകൊണ്ട് ONV കുറിപ്പിന്റെ ആ ഒരു വിഷമവും അതുപോലെ തന്നെ ആ ഒരു ലാ പിയത്ത എന്ന ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ മൈക്കലാഞ്ചലോ അത്ര കഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു തകർത്തപ്പെട്ടപ്പോൾ ആ മൈക്കലാഞ്ചലോയോട് മാപ്പ് പറയുകയും അതുപോലെ തന്നെ ആ ഒരു ഗൈഡിനോട് നന്ദി പറയുകയും ONV കുറിപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൈക്കലാഞ്ചലോയുടെ ശില്പത്തോടും മൈക്കലാഞ്ചലോയുടെയും അധികവും അടുപ്പവും ആരാധനയുമുള്ളൊരു കവി കൂടിയാണ് ONV കുറിപ്പ് കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായും കവിയും ശില്പിയും ഒന്നാവുന്ന അപൂർവ മുഹൂർത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നത് തന്നെയാണ് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയുടെ ഏറ്റവും വലിയ സവിശേഷത. ശില്പിയോട് തോന്നുന്ന ആദരവ്, ശില്പനിർമ്മാണത്തിന്റെ മുഹൂർത്തങ്ങളിൽ ശില്പി അനുഭവിച്ച അതേ ആനന്ദം കവി അനുഭവിക്കുന്നു. അതോടൊപ്പം അത് തകർക്കപ്പെടുമ്പോൾ അത്രമാത്രം ആഴത്തുള്ള മുറിവ് കവിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഉത്തരം പൂർണ്ണമായും ശരിയാണ്. ടീം ഡിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? വിൻസെന്റ് വാൻഗോഗിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകൃത്ത് എടുത്തെഴുതിയ കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ. ഈ കഥയിൽ ദരിദ്രമായ ഒരു കുടുംബത്തെയാണ് പരാമർശിക്കുന്നത്. ദാരിദ്ര്യത്താൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തും അതുമാത്രം ഭക്ഷിച്ചും ജീവിക്കുന്നവരുടെ കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത്. ദാരിദ്ര്യത്താൽ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മിറൽ എന്ന ഒരു കിഴവന്റെ മകൻ ഖനിയിലേക്ക് ജോലി തേടി പോകുകയാണ്. പക്ഷെ അയാൾ അവിടെ നിന്നും തിരിച്ചു വരാത്തതിനാൽ മിറൽ മകനെ അന്വേഷിച്ചു പോകുകയും മകൻ മരണപ്പെട്ടു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഖനിയിൽ ജോലിക്ക് വേണ്ടി പോയ മകനെ കാണാത്തതിനാൽ അന്വേഷിച്ചു പോയ മിറൽ വളരെ ദയനീയ അവസ്ഥയോടെ തിരിച്ചു വരികയും സ്വന്തം മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞ വിഷമം താങ്ങാനാകാതെയും അത് എങ്ങനെ തന്റെ കുടുംബത്തിനോട് പറയും എന്നുമുള്ള മിറലിന്റെ മനസ്സിലെ സംഘർഷവും ഇവിടെ കഥയിൽ സുഭാഷ് ചന്ദ്രൻ വായനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. പല ഉദാഹരണങ്ങൾ കൊണ്ടും ഖനിയിൽ ജോലിക്ക് പോയ മകൻ തിരിച്ചു വരാത്തതിൽ ഇവിടെയുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം വളരെ സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് പല രചനാപരമായ ഉദാഹരണങ്ങൾ കൊണ്ട് സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകൃത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതിൽ കഥാകൃത്ത് വാങ്മയ ചിത്രങ്ങൾ വായനക്കാരിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ ദാരിദ്ര്യം വീടിനെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഉദാഹരണത്തിന് മ്ലാനമായ ചുമരുകൾ, വിഷാദമായ മഞ്ഞ വെളിച്ചം, അങ്ങനെ പല പല ഉദാഹരണങ്ങൾ കൊണ്ട് ആ വീട്ടിലെ ദാരിദ്ര്യവും നമുക്ക് മനസ്സിലാക്കി തരും. തീർച്ചയായും ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു കഥ. ചിത്രകലയുടെ സ്വാധീനം അതിന്റെ ആഖ്യാന ശൈലിയിൽ നമുക്ക് ധാരാളം കാണാം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മരണം എവിടെയും അദ്ദേഹം നേരിട്ട് കഥാകൃത്ത് വെളിപ്പെടുത്തുന്നില്ല. ഇതര കഥാപാത്രങ്ങളുടെ
സംഘർഷങ്ങളിൽ നിന്നാണ് നമുക്ക് മരണം എന്ന യാഥാർത്ഥ്യം വായനക്കാരൻ അവിടെ മനസ്സിലാക്കുന്നത്. കൃത്യതയാർന്ന പ്രയോഗങ്ങൾ ഈ കഥയുടെ ഒരു സവിശേഷതയാണ്. അർത്ഥസാന്ദ്രമായ വാക്കുകളാണ് കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഖനി തൊഴിലാളികളുടെ ജീവിത ദുരന്തം ആവിഷ്കരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നതോടൊപ്പം തന്നെ വായനക്കാരന്റെ മനസ്സിനെ പിടിച്ചുകൊലുക്കുക കൂടി ചെയ്യുന്ന ഒരു ആവിഷ്കാര രീതി സ്വീകരിക്കാൻ സുഭാഷ് ചന്ദ്രൻ ഈ കഥയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയുടെ സമകാലിക പ്രസക്തി എന്താണ്? പ്രസിദ്ധ കവിയായ ONV കുറുപ്പിന്റെ ഒരു കവിതയാണ് മൈക്കലാഞ്ചലോ മാപ്പ്. മൈക്കലാഞ്ചലോ എന്ന ഒരു വലിയ ശില്പിയുടെ ശില്പമാണ് പിയത്ത. കരുണയുടെ ഭാവമായിട്ടാണ് ആ പിയത്ത മൈക്കലാഞ്ചലോ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു ശില്പം, ഡ്രഗിനടിമപ്പെട്ട ആൾ താനാണ് യേശു, ഇതല്ല യഥാർത്ഥത്തിൽ ഈ പ്രതിമയിലുള്ളതല്ല യേശു എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിക കൊണ്ട് ആ പ്രതിമയെ നശിപ്പിക്കുകയാണ്. അയാൾ മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഇതെല്ലാം സ്വയബോധമില്ലാതെ ചെയ്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ജനതയിലെ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത്. ഡ്രഗുകളും എല്ലാം ഉപയോഗിച്ച് ഇല്ലാത്ത പൈസക്ക് പോലും ഡ്രഗുകൾ വാങ്ങി താൻ എന്താണ് ചെയ്യുന്നതെന്ന് സ്വയം ബോധമില്ലാതെ പലതും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇന്നും പത്രത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ONV കുറുപ്പും ഈ വാർത്ത കണ്ടത് ഒരു മാധ്യമത്തിലൂടെയാണ്. അപ്പോൾ ONV കുറുപ്പ് മാധ്യമത്തിൽ കണ്ട വാർത്ത ഒരു മഹത്തായ ശില്പിയുടെ ആദരവ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവിടെ നേരിട്ട് ചെന്ന് കാണുന്നത് എന്ന പോലെ കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ എപ്പോഴും കാണാവുന്നതും കേൾക്കാവുന്നതുമാണ്, തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്നതുമാണ്. ഒരാൾ ഡ്രഗ്സ് ഉപയോഗിച്ച് വേറൊരാളുടെ സാധനങ്ങളോ വേറൊരാളെ ഉപദ്രവിക്കുമ്പോഴോ അതുണ്ടാക്കിയ ആളുകളുടെയോ അവരുടെ കുടുംബക്കാരുടെയോ വിഷമവും ഒന്നും അവർ ആലോചിക്കാതെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കവിതയിൽ പിയത്ത എന്ന മഹത്തായ ശില്പത്തെ തച്ചുടച്ച ആൾക്കാരെ മാധ്യമം തലയിലേറ്റു വയ്ക്കുകയാണ്. അതായത് താൻ യേശു ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ശില്പത്തെ ഒരു കലയായി കാണാതെ ഇതൊരു മതത്തിന്റെ പരമായി വിശ്വസിക്കുന്നു. അപ്പം മതപരമായ കാര്യങ്ങൾ തച്ചുടക്കുന്ന ഒരാൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന ഒരു രീതിയിലാണ് ഡ്രഗ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പിയത്ത എന്ന കരുണയുടെ ഭാവമായ ശില്പം തച്ചുടച്ച ചെറുപ്പക്കാരന് കൊടുക്കുന്നത്. മാനവികതയുടെ മഹാസന്ദേശം തകർക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. മനുഷ്യത്വത്തിന്റെ സന്ദേശങ്ങളായി മാറുന്ന എന്തിനേയും തച്ചുടയ്ക്കാനുള്ള ഒരു പ്രവണത സമകാലിക സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നതിനെതിരെ ഈ കവിത നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, മയക്കുമരുന്നിന്റെ ലഹരി എന്ന മാരകമായ ഒരു പ്രശ്നം ഈ കവിതയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമ വിമർശനവും ഉണ്ട്. മാധ്യമ ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തയും ഈ കവിതയിലൂടെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ നമുക്ക് എങ്ങനെയാണ് പ്രാധാന്യമേറുന്നത്? അല്ലെങ്കിൽ സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയുടെ പ്രസക്തി എന്താണ്? ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിലൂടെ അവരുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം അകറ്റാൻ വേണ്ടി ഖനിയിലേക്ക് പണിയെടുക്കാൻ പോയ മകന്റെ ദാരുണ മരണം വേദനിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. വളരെ വിഷമകരമായ ഒരു മരണം മണക്കുന്ന ഒരു കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നത്. ഈ കഥയിലൂടെ എവിടെയും മരിച്ചു എന്ന വിവരം ആരും പറയുന്നില്ല എങ്കിലും അവരുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മരണം വ്യക്തമായി പറയുന്നില്ല എങ്കിലും മരണം സംഭവിച്ചു എന്നത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പലരും എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും എത്ര ദുഷിച്ച ജോലിയാണെങ്കിലും നമ്മുടെ ദാരിദ്ര്യവും ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ദാരിദ്ര്യം അകറ്റാൻ വേണ്ടി എത്ര കഷ്ടപ്പാടായാലും ജോലിക്ക് പോകുന്നുണ്ട്. ഇത് സമകാലിക കാലത്ത് നല്ല വീട്, ജോലി, മറ്റു കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാലത്ത് എല്ലാവരും പ്രാധാന്യം നൽകുന്നത് ജോലി, വീട് മുതലായവയൊക്കെയാണ്. ആ കഥയിൽ അനുഭവിച്ച വേദനയും ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇന്നും എല്ലാവരും കഷ്ടപ്പെടുന്നതും മറ്റു ജോലിക്ക് പോകുന്നതും. ഇതിലെ
ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്താൽ കുറച്ച് പണമേ ലഭിക്കുള്ളൂ എന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്നീട് ഖനിയിലേക്ക് ജോലി ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് കുറച്ച് പൈസ ആണെങ്കിലും അതൊന്നും പോരാതെ മറ്റുള്ളവരെ കണ്ടിട്ട് ആർഭാടപൂർണമായ ജീവിതത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജോലികൾ തേടി പോവുകയാണ്. ഇപ്പൊ പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ പണക്കാർ ചെയ്യുന്നത് എന്താണോ അതുപോലെ കടം വാങ്ങിയും മറ്റും ചെയ്യുന്നു. പണ്ടുള്ളവർ ഒരു ചോറ് ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഇന്നത്തെ ആൾക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആർഭാടത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവരെന്നതും ഇന്നത്തെ സമകാലികവുമായി വളരെ ബന്ധമുള്ള ഒരു കഥയാണ്, ഒരു ഗുണപാഠവും നൽകുന്നു. തീർച്ചയായും സമൂഹത്തിന്റെ പല മേഖലകളിലും തീവ്രമായ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ മറികടക്കാൻ ജീവൻ പണയം വെച്ചും ജീവിതമാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അപകടകരമായ തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു അനിശ്ചിതാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു കഥ തന്നെയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. അതോടൊപ്പം തന്നെ കലയുമായുള്ള ഒരു ചിത്രകലയിൽ നിന്നും ഒരു കഥ രൂപപ്പെടാൻ ഉള്ള സാധ്യതയും കൂടി ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. അതായത് ഒരു കലാരൂപത്തെ മറ്റൊരു രൂപത്തിൽ ആവിഷ്കരിക്കാൻ കഴിയും എന്നത് കൂടി അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നായി നമുക്ക് കാണാം. ഉത്തരം ശരി. ടീം ഡിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ക്രിസ്തുവിന്റെ അമ്മയുടെ ദുഃഖത്തിന്റെ തീവ്രത മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയിൽ എങ്ങനെയൊക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? അമ്മയുടെ ദുഃഖം സൂര്യൻ്റേതുപോലെ സൂര്യശില പോലെയാണ് അമ്മ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രക്കും കത്തിജ്വലിക്കുന്ന ദുഃഖത്തിനിടയിൽ തൻ്റെ മകന്റെ ഭൗതിക ശരീരം കയ്യിൽ ലഭിച്ച അമ്മ സൂര്യശില പോലെയാണ് നിൽക്കുന്നത്. പിന്നീട് അമ്മയെ ചിപ്പിയായും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ചിപ്പിക്കുള്ളിലെ മുത്തു നഷ്ടപ്പെട്ടാൽ അതൊരു പാഴ്ചിപ്പിയാണ്. അതുപോലെ അമ്മയ്ക്ക് തൻ്റെ അത്രയും ഇഷ്ടമുള്ള മകനെ ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഈ അമ്മയുടെ ജന്മം പാഴ്ജന്മമായും കവി ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം തൻ്റെ ഒരു മകനെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റിയ അമ്മയെ കവി അവതരിപ്പിക്കുന്നു. തീർച്ചയായും ഈ കവിതയില് വായനക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിനെ മടിയിൽ വെച്ചിരിക്കുന്ന അമ്മയുടെ രൂപം. ദുഃഖത്തിന്റെ സൂര്യശില പോലെയുള്ള അമ്മ, കുത്തിപ്പിളർന്ന മുത്തിനെ വീണ്ടും മടിയിലേറ്റേണ്ടി വന്ന പാഴ്ചിപ്പി, കത്താതെ ഉരുകാതെ വിങ്ങും ഉൾത്താപം പോലെ ഇനി പറയാൻ ഒരു വാക്കുപോലും അവശേഷിക്കാതെ ദുഃഖത്തിന്റെ മൂർത്തമായൊരു പ്രതീകം പോലെ ഇരിക്കുന്ന അമ്മ. ഇങ്ങനെ യേശു എന്ന മഹാന്റെ മരണത്തിൽ ആ അമ്മയുടെ ദുഃഖം വളരെ ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കാൻ കവിക്ക് കഴിയുന്നുണ്ട്. ഉത്തരം ശരി. ടീം സിക്ക് 10 പോയിന്റ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പുറമെ ശാന്തനെങ്കിലും അകമേ ദുഃഖങ്ങളുടെ കടൽ ഒളിപ്പിക്കുന്ന കഥാപാത്രമാണ് മിറൽ. ഈ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും യോജിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ തൻ്റെ മകന്റെ മരണം കാണേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കൂടാതെ ഇത് വീട്ടിലെങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയിലെ മകന്റെ ഭാര്യയോട് ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ദുഃഖവും മിറലിന്റെ ഉള്ളിലുണ്ട്. ഇനിയുള്ള കാലം എങ്ങനെ മുമ്പോട്ട് പോവും എന്നുള്ള ഒരു ചിന്തയും മിറലിന്റെ മനസ്സിൽ വരുന്നു. മിറലിന്റെ മകൻ അത്രയും വല്ലാത്തൊരു അവസ്ഥയിലാണ് മരിച്ചത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചതച്ച പോലെയാണ് ഖനിയിൽ അകപ്പെട്ട് മിറലിന്റെ മകൻ മരിച്ചത്. അതുകൂടി കണ്ട മിറലിന് അത്രയധികം വിഷമം ഉള്ളിലൊതുക്കേണ്ടി വരുന്നു. കൂടാതെ അന്ന മിറലിനോട് തന്റെ അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ തനിക്ക് എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം ഉള്ളുന്ന് വിങ്ങുകയാണ്. അതെ, മനുഷ്യ മനസ്സിലെ ആത്മസംഘർഷങ്ങൾ വായനക്കാരനെ അനുഭവിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും ഈ കഥയിലെ മിറൽ എന്ന കഥാപാത്രം. പുറമേക്ക് വളരെയധികം ശാന്തത അയാൾ പ്രദർശിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പിതാവിന് സാധിക്കാത്തത്രത്തോളം ശാന്തത പ്രദർശിപ്പിക്കാൻ മിറലിന് കഴിയുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ധാരാളം ആത്മസംഘർഷങ്ങൾ അതേസമയം അയാൾ ഉള്ളിൽ ഒതുക്കി പിടിക്കുകയും ചെയ്യുന്നു. മിറലിന്റെ ആത്മസംഘർഷങ്ങളുടെയും ആ ഒതുക്കിപ്പിടിക്കലുകളുടെയും അതിൽ നിന്നുള്ള അയാളുടെ ചലനങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും കഥ കൂടിയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക കൂടി ചെയ്യും.
ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ശില്പം തകർക്കാൻ നടത്തിയ ശ്രമം കവിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കാൻ എന്താവാം കാരണം? മൈക്കൽ ആഞ്ചലോവും ONV കുറിപ്പും രണ്ടുപേരും കലാകാരന്മാരാണ്. മൈക്കൽ ആഞ്ചലോ ശില്പം തീർത്താണ് കലാകാരനായതെങ്കിൽ ആസ്വാദകന്റെ മനസ്സിലേക്ക് ഒരുപാട് ആഴത്തിലുള്ള വാക്കുകൾ കൊണ്ട് ആസ്വാദക മനസ്സിൽ സ്പർശിച്ചാണ് ONV കുറിപ്പ് കലാകാരനായത്. അതുകൊണ്ട് തന്നെ ഒരു സഹാനുഭൂതി അദ്ദേഹത്തിന് മൈക്കൽ ആഞ്ചലോയുടെ ശില്പത്തിനോട് തോന്നുന്നു. കാരണം താൻ നിർമ്മിച്ച ഒരു നിർമ്മിതിയായിട്ട് തന്നെയാണ് അദ്ദേഹം പിയത്ത എന്ന ശില്പത്തെ കാണുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ ശില്പം നിർമ്മിക്കുമ്പോഴുണ്ടായ അവസ്ഥയും ONV കുറിപ്പ് താനുമായിട്ട് പങ്കിടുന്നു. ഇതിലൂടെ കലാകാരന്മാർക്കിടയിലുണ്ടാകുന്ന ദുഃഖമായും നമുക്ക് ഈ ONV കുറിപ്പിന്റെ വാക്കിനെ വിശേഷിപ്പിക്കാം. തന്റെ കലാസൃഷ്ടി ഒരാൾ നശിപ്പിച്ചതുപോലെയാണ് ONV കുറിപ്പ് അവിടെ പ്രതികരിക്കുന്നത്. തനിക്ക് നഷ്ടത്തിലുണ്ടായ വിഷമം എന്താണോ അതുപോലെ നമുക്ക് ONV കുറിപ്പ് അവിടെ പറയുന്നതായി കാണാം. കൂടാതെ ഇന്നത്തെ സമൂഹത്തോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മയക്കുമരുന്നിന് അടിമപ്പെട്ട സമൂഹത്തോട് അദ്ദേഹം പ്രതിഷേധം പുലർത്തുന്നുണ്ട്. കൂടാതെ മറ്റൊരു വരികളിൽ കാണാം അദ്ദേഹം പിയത്തയെ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ അടച്ചു വെച്ചതായി. അതിനാൽ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു നഷ്ടമായിട്ടാണ് അദ്ദേഹം പിയത്തയുടെ ഈ വേർപാടിനെ കാണുന്നത്. ഒപ്പം മാനവികതയുടെ മഹത്തായ സ്മാരകങ്ങൾ തകർന്ന് പോയേക്കുമോ എന്ന ആശങ്ക കൂടി കവിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 10 പോയിന്റ്. പ്രശ്നോത്തരിയുടെ അവസാന റൗണ്ടിൽ ഓരോ ടീമും 20 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. 4 റൗണ്ടുകളിലായി നടന്ന ഇന്നത്തെ പ്രശ്നോത്തരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓരോ ടീമിന്റെയും പോയിന്റ് നില നമുക്ക് പരിശോധിക്കാം. ടീം എ GHSS പുഴാതി 61 പോയിന്റ്. ടീം ബി CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപട്ടണം 60 പോയിന്റ്. ടീം സി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ 51 പോയിന്റ്. ടീം ഡി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊകേരി 65 പോയിന്റ്. ടീം ഇ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുന്ന് 45 പോയിന്റ്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയത് ടീം ഡി മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 65 പോയിന്റ്. രണ്ടാമത് ടീം എ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുഴാതി 61 പോയിന്റ്. പത്താംതരം കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ 2 പാഠഭാഗങ്ങൾ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന സുഭാഷ് ചന്ദ്രന്റെ കഥയും ONV കുറിപ്പിന്റെ മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയും ഏറെ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്ന 2 രചനകൾ. അതോടൊപ്പം യൂണിറ്റിന്റെ അവസാന ഭാഗത്തുള്ള പാഠഭാഗങ്ങൾ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ 2 രചനകളുടെയും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള ഒരു പ്രശ്നോത്തരിയാണ് ഇവിടെ നടന്നത്. പങ്കെടുത്ത എല്ലാ കൂട്ടുകാരും അതിനോട് പ്രതികരിച്ച രീതി പ്രത്യേകം അഭിനന്ദനാർഹമാണ്. വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ആഴത്തിൽ പാഠഭാഗങ്ങൾ വിശകലനം ചെയ്യാൻ കൂട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ. നാളെ ഇതേ സമയം സംസ്കൃതം പ്രശ്നോത്തരി. ക്യൂസ് മാസ്റ്റർ പി ചൈതന്യ ബോസ്. സംസ്കൃതം അധ്യാപിക KKVM ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂർ. അവതരണം ആകാശവാണി കണ്ണൂർ.
ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ